തിരുവോണത്തിൻ്റെ വൈബിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ചിങ്ങം 1 തന്നെ ഓണം നമ്മൾ ഒരുങ്ങാൻ വേണ്ടി തുടങ്ങും കേട്ടോ. നമ്മൾ ആദ്യമായിട്ട് ഈ അത്തപ്പൂക്കളം കണ്ടത് ഒബ്രോമോളിൽ പോയപ്പോൾ കേട്ടോ. അവിടെയാണ് നമ്മൾ ഇന്ന് ഈ വർഷത്തെ ആദ്യത്തെ പൂക്കളം കാണുന്നത്. പിന്നെ അവിടെ ഒരുപാട് ഓണത്തിനോടനുബന്ധിച്ചുള്ള സെയിൽസൊക്കെ ഉണ്ടായിരുന്നു, സ്റ്റാളുകളുണ്ടായിരുന്നു, ഊഞ്ഞാലാടുന്ന മഹാബലി ആയിരുന്നു അവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. നമ്മൾ ഫിലിം കാണാൻ വേണ്ടി പോയതാണ്. അപ്പോൾ അവിടെ ചെന്നപ്പോഴാണ് ഇതുപോലെ ഒരുപാട് സ്റ്റാളുകൾ കണ്ടത്. ഓണച്ചമയം, പൊന്നോണം, ഓണം ബ്രോണം, അങ്ങനെ ഒരുപാട് ഐറ്റംസ് നമുക്ക് ഇതുപോലെ കാണാൻ പറ്റും കേട്ടോ, സ്റ്റോളുകളൊക്കെ. പിന്നെ മെയിൻ ഹൈലൈറ്റ് എല്ലാ ഫ്ലോറിലും ഇതുപോലെ ഓരോരോ ഫ്ലെക്സുകൾ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ ഇവിടുന്ന് ഈ ഒരു കോലത്തിൽ പോയതാണ് കേട്ടോ. ഓണത്തിൻ്റെ കോലമൊന്നുമല്ല. ചെന്ന് കഴിഞ്ഞപ്പോൾ ഇതുപോലെ മഹാബലി, അതുപോലെ തന്നെ ഊഞ്ഞാലാടുന്ന കുട്ടികളൊക്കെ ഇങ്ങനെ നമ്മുടെ എയറിൽ നിൽപ്പുണ്ടായിരുന്നു. താഴെ ഇതുപോലെ ഒരുപാട് ചെറുകിട ആയിട്ടുള്ള ബിസിനസ്സുകാരൊക്കെ സെയിൽസ് നടത്തുന്നുണ്ടായിരുന്നു കേട്ടോ. നമ്മളതൊന്നും വാങ്ങാൻ വേണ്ടിയിട്ടുള്ള റെഡിയിലല്ല പോയത്. അപ്പോൾ എൻ്റെ ഒരു ക്യാമറ പോയത് മൊത്തം ഈ മഹാബലി എയറിൽ നിൽക്കുന്നതായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ PVR പോയി. അത് കഴിഞ്ഞിട്ട് ഓണത്തിൻ്റെ പർച്ചേസ് തുടങ്ങി നേരത്തെ തന്നെ, കാരണം നല്ല തിരക്കുള്ള സമയമായിരുന്നു കേട്ടോ. അങ്ങനെ റീൽസിലും ഷോർട്സിലൊക്കെ കണ്ടിട്ടുള്ള ഉർവശി നമ്മൾ പോയി കേട്ടോ ഓണത്തിൻ്റെ പർച്ചേസിന് വേണ്ടി. അപ്പോൾ ഈ ഒരു നെക്ക് പീസ് ഞാൻ അവിടുന്ന് വാങ്ങിയതാണ്. ഏത് എടുക്കണം എന്നുള്ളൊരു സംശയമായിരുന്നു. പക്ഷെ തിരക്ക് കാരണം ഒരുപാടൊന്നും അങ്ങോട്ട് നോക്കാനൊന്നും സമയം കിട്ടിയില്ല കേട്ടോ. ഭയങ്കര തിരക്കിലായിരുന്നു നമുക്ക് കിട്ടിയത്. അഫോർഡബിൾ പ്രൈസിലും അല്ലെങ്കിൽ ഹൈ റേഞ്ച് ഏത് റേഞ്ചിലുള്ള പ്രൈസിലുള്ള മെറ്റീരിയൽസ് നമുക്ക് ഇവിടുന്ന് കിട്ടും കേട്ടോ, ഒരുപാട്. അങ്ങനെ ഓണം അവിടെ നിന്ന് നമ്മൾ നേരെ ഓഫീസിലേക്കാണ് വന്നത്. ഓഫീസിലെ ഓണം അടിപൊളി ഓണമായിരുന്നു. നമുക്ക് കുറച്ച് നേരത്തെ ആയിരുന്നു കേട്ടോ ഓണം. നമ്മുടെ പൊന്നോണം വീട്ടിലേ വരുന്നുണ്ട്, വീഡിയോ ഫുള്ളായിട്ട് കാണാൻ മറക്കരുത്. അങ്ങനെ ഇതെല്ലാം അവിടുത്തെ അത്തപ്പൂക്കളം, പിന്നെ അവിടുത്തെ വീഡിയോസൊക്കെ ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നിങ്ങൾക്ക് എല്ലാം കൂടെ ഒന്ന് സമപ്പ് ചെയ്ത് കാണിച്ചെന്നേ ഉള്ളൂ. ഇത് നമ്മുടെ ടീമിൻ്റെ ഇൻഫോ പാർക്കിൻ്റെ വടംവലിയായിരുന്നു കേട്ടോ. ഗേൾസിൻ്റെ വടംവലിയിൽ നമുക്ക് സെക്കൻഡൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം ഇതുപോലെ നമ്മുടെ ഓഫീസിലെ വടംവലിയായിരുന്നു കേട്ടോ ഇത്. ഇവിടെ നമ്മൾ ഇൻഫോ പാർക്കിൻ്റെയിൽ മത്സരിച്ചപ്പോഴാണ് നമുക്ക് ട്രോഫിയൊക്കെ കിട്ടിയത്. അപ്പോൾ ഗേൾസിൻ്റെയൊക്കെ വടംവലി കണ്ടോ, എന്നെ അല്ലേ അടിപൊളിയായിരുന്നു കേട്ടോ ഓഫീസിലെ ഓണപരിപാടിയൊക്കെ. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഓരോരോ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഗെയിംസിനൊക്കെ കിട്ടിയ സമ്മാനങ്ങളാണ് കേട്ടോ. അങ്ങനെ ഓഫീസിലെ ഓണം നമ്മൾ അടിച്ചു പൊളിച്ചു. 2-3 ഫേസ് ആയിട്ടായിരുന്നു കേട്ടോ ഇപ്രാവശ്യത്തെ ഓണം. ലാസ്റ്റ് ഓണം നമുക്ക് അധികം അടിച്ചു പൊളിക്കാനൊന്നും പറ്റിയില്ല. അങ്ങനെ തുള്ളിച്ചാടി നമ്മൾ ഒരാഴ്ച മുമ്പ് ഓഫീസിലെ ഓണം ആഘോഷിച്ചു. ഇനി ഏതാ വീട്ടിലാണ്. അങ്ങനെ ഉത്രാടം വന്നു. ഇന്ന് ഉത്രാടമാണ് കേട്ടോ. ഉത്രാടപ്പാച്ചിലിന് വേണ്ടി അച്ഛനും ഞാനും കൂടെ പോവാം കേട്ടോ. കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്, വാ പോവാം കേട്ടോ. അപ്പം നേരത്തെ ഗായത്രി ഡിസൈൻസ് ചെന്നിട്ടുണ്ട്. ഇവിടുന്ന് അച്ഛയ്ക്കും അമ്മയ്ക്കൊക്കെയുള്ള ഡ്രസ്സ് ഞാൻ എടുത്തു. അങ്ങനെ ഉച്ചയ്ക്കായി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി വന്നപ്പോഴത്തേക്കും ഇതുപോലെ ജ്യൂസൊക്കെ കഴിച്ച് ഞങ്ങൾ ഉത്രാടത്തിൻ്റെ ആ ഒരു ക്ഷീണം അങ്ങ് അകറ്റി. ഇനി നമുക്ക് ഓണസദ്യ റെഡി ആക്കണ്ടേ, അതിനുവേണ്ടി കുറച്ച് പച്ചക്കറികളൊക്കെ വാങ്ങാൻ വേണ്ടി നേരെ മാർക്കറ്റിൽ വന്നിട്ടുണ്ട് കേട്ടോ. പച്ചക്കറിക്കൊക്കെ അങ്ങനെ തീ അങ്ങോട്ട് പിടിച്ച വിലയില്ലെങ്കിൽ പോലും എന്നാലും നല്ല വിലയുണ്ടായിരുന്നു. അങ്ങനെ ഫ്രൂട്ട്സൊക്കെ നമ്മളെ നോക്കിയിരിപ്പുണ്ട്, അതൊന്നും വാങ്ങിയില്ല. കായൊക്കെ നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇവരെയൊന്നും നമ്മൾ വാങ്ങിയിട്ടില്ല. ഓരോ സാധനങ്ങളൊക്കെ വാങ്ങുന്നതിൻ്റെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടൊക്കെ ഇരിക്കാം കേട്ടോ. ഇപ്പം തന്നെ ബില്ല് വരും. ഏത് അപ്പോൾ അധികം പച്ചക്കറിയൊന്നും നമ്മൾ വാങ്ങുന്നില്ല, ചെറിയതായിട്ടുള്ള രീതിയിൽ. അപ്പോൾ ഈ സാധനം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ വീട്ടിലാർക്കും ഇഷ്ടമില്ല. അതുകൊണ്ട് ഞാൻ എടുത്ത് വെറുതെ പ്രഹസനം കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ, വാങ്ങിയില്ല കേട്ടോ. ഭയങ്കര റേറ്റൊന്നും ഇല്ലെങ്കിലും ഇതിനകത്ത് പുഴു ഉണ്ടെന്നും പറഞ്ഞ് പണ്ടത്തെ ഒരു പറച്ചിൽ വെച്ചത് വാങ്ങാറില്ല. അങ്ങനെ ബില്ലൊക്കെ വന്നു. അപ്പോൾ കായ വറുത്തെന്ന് ഞാൻ പറഞ്ഞില്ലേ. അങ്ങനെ പർച്ചേസൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിൽ വന്നപ്പോൾ ഒരു ചായയൊക്കെ കുടിച്ച് കായ വറുത്തതൊക്കെ കഴിച്ചു കേട്ടോ. ഇനി തിരുവോണം, അങ്ങനെ ഓണം, ഹാപ്പി ഓണം ഗൈസ്. മുഖം അത്ര ഹാപ്പി അല്ല, കാരണം രാവിലെ അമ്പലത്തിൽ പോകാൻ വേണ്ടി ഇറങ്ങിയപ്പോൾ ഭയങ്കര മഴയായിരുന്നു. നല്ല ഖാദിയുടെ ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് അല്ലെങ്കിൽ വെള്ള ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് മഴയത്ത് പോകേണ്ട ആ ഒരു ബുദ്ധിമുട്ട് നമുക്കറിയാവുന്നതല്ലേ. അങ്ങനെ മഴ കുറയാൻ വേണ്ടി കുറച്ച് നേരമൊക്കെ വെയിറ്റ് ചെയ്ത് നിന്നു. അങ്ങനെ എല്ലാവരും റെഡി ആയിട്ട് വന്നിട്ടുണ്ട്, അനിയനും അച്ഛയൊക്കെ കേട്ടോ. അതിനൊന്ന് അമ്പലത്തിൽ പോയിട്ട് വന്നാലോ, ഇനി ഒരു രക്ഷയില്ല. മഴ കുറയുന്ന നോക്കി നിന്നിട്ടുണ്ടെങ്കിൽ നട അടയ്ക്കും ഗൈസ്. അങ്ങനെ നമ്മൾ നടന്നു പോവാണ്. അത്തപ്പൂക്കളം ഇട്ടില്ലേ എന്ന് ഞാൻ ആലോചിച്ചു കേട്ടോ. ഇല്ല, നിങ്ങൾ ആലോചിക്കുന്നുണ്ടായിരിക്കും. വീട്ടിലിഷ്ടം പോലെ പൂക്കളുണ്ട്, പക്ഷേ ഉണ്ടല്ലോ എനിക്കിതൊന്നും പറിക്കാൻ തോന്നത്തില്ല. എനിക്കറിയത്തില്ല, പൂക്കളം നമ്മുടെ ഒരു വികാരമാണെങ്കിൽ പോലും എനിക്ക് എൻ്റെ മുറ്റത്ത് നിൽക്കുന്ന നട്ടുവളർത്ത ചെടികൾ, പൂക്കൾ ഒന്നും പറിക്കാനായിട്ട് ആഗ്രഹമില്ല ഗൈസ്. പിന്നെ നല്ല മഴയുമായിരുന്നു. മെയിനായിട്ടുള്ള കാരണം എന്ന് പറഞ്ഞാൽ എനിക്ക് ഈ പൂ പറിച്ചിട്ട് പൂക്കളം ഇടുക അങ്ങനത്തെ ഒരു ഇതിനോട് എനിക്കൊരു താല്പര്യം പണ്ടേ ഇല്ല. പണ്ടിങ്ങനെ കാട്ടിലെ പൂക്കളൊക്കെ പറിക്കാൻ പോകുമായിരുന്നു കേട്ടോ.
ഇപ്പം അതും തോന്നാറില്ല. എൻ്റെ കുടച്ചെത്തി കേട്ടോ, നാടൻ കുടച്ചെത്തി കേട്ടോ, എല്ലാം നല്ല പൂത്ത് നിൽക്കുകയാണ്. ഓണം ആയപ്പോഴത്തേക്കും പൂക്കളൊക്കെ ഉണ്ട്, പക്ഷേ എനിക്ക് ഇവരെ ഒന്നും പറിക്കാൻ തോന്നാറില്ല കേട്ടോ. ഇതൊക്കെ പറിക്കുകയാണെങ്കിൽ എനിക്ക് നല്ല അടിപൊളി ഒരു പൂക്കളം ഇടാൻ പറ്റും. ഒരു തേൻ കുടിക്കുക ഇതുപോലെ പറിക്കാം, പക്ഷെ അതിൽ കൂടുതൽ എനിക്ക് വയ്യ കേട്ടോ. ഇവർ മഴയത്ത് മുണ്ടൊക്കെ മടക്കി കുത്തി പോവാണേ. അങ്ങനെ നമ്മൾ നേരെ അമ്പലത്തിൽ ചെന്ന്, കുറച്ച് ലേറ്റ് ആയതുകൊണ്ടാണ് നല്ല തിരക്കാട്ടോ. അങ്ങനെ കയറി അയ്യപ്പനെ കാണാൻ വേണ്ടി പോവാണ്. നമ്മൾ സ്ഥിരമായിട്ട് ഇവിടെ തന്നെയാണ് വരുന്നത്, മുമ്പ് വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അങ്ങനെ കൽവിളക്കൊക്കെ നനഞ്ഞിരിക്കുവാണ്. അപ്പോൾ അയ്യപ്പനെ കാണാൻ വേണ്ടി പോയാലോ. അങ്ങനെ ഇതുപോലെ മാളികപ്പുറങ്ങളൊക്കെ അവിടെ നിൽപ്പുണ്ട് കേട്ടോ. കുഞ്ഞയ്യപ്പനെയൊക്കെ കണ്ടു. അവിടെ നിന്ന് നമ്മൾ തിരിച്ച് പോരുവാണേ. ഇനി നമുക്ക് ഓണം ആഘോഷിക്കാൻ വേണ്ടി കസിൻ്റെ വീട്ടിലേക്ക് പോകണം കേട്ടോ. അപ്പോൾ ഇന്ന് അവിടെയാണ് ഓണം. ഒരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ ചെറുതായിട്ടൊരു വീഡിയോ എടുത്തു ഗൈസ്. എങ്ങനെയുണ്ട്? ഇതാണ് എൻ്റെ അമ്മ വാങ്ങി തന്ന എൻ്റെ ഓണക്കോടി. എങ്ങനെയുണ്ട്? വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യാൻ വേണ്ടി മറക്കരുത്. അതുപോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇങ്ങനെ അടിപൊളിയായിട്ടുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാവുന്നതാണ്, എൻ്റർടൈനിങ് ആയിരിക്കും കേട്ടോ. അപ്പം നമ്മുടെ ഇൻസ്റ്റയുടെ ID ഇവിടെ കൊടുത്തിട്ടുണ്ട്, അതും നമ്മൾ ഫോളോ ചെയ്യാൻ വേണ്ടി മറക്കരുത്. അപ്പം നമ്മളിന്ന് തിരുവോണം ആയിക്കൊണ്ട് വീട്ടിലല്ല, നമ്മുടെ പേരപ്പൻ്റെ വീട്ടിലാണ് ഓണം കേട്ടോ. അപ്പോൾ അവിടെ പോയിട്ടിന്ന് സദ്യയൊക്കെ കഴിച്ച് 2025 ഓണം നമുക്കൊന്ന് അവസാനിപ്പിക്കണം. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം. എങ്ങനെ നേരെ നമുക്ക് പോയാലോ. ഇത് കണ്ടപ്പോഴോർത്ത മുല്ലപ്പൂവിനൊക്കെ എന്നാ വില. എന്തായാലും എറണാകുളത്തേക്കാളും വില കുറവായിരുന്നു ഗൈസ്. അങ്ങനെ 2 മുഴം പൂവും വെച്ച് ഈ പ്രാവശ്യത്തെ ഓണത്തിന് ഞാൻ കെട്ടി ഒരുങ്ങി വന്നേക്കുവാണ്. ഇനി ഞാൻ പറഞ്ഞ ആ സ്ഥലത്തോട്ട് പോകാം കേട്ടോ. അങ്ങനെ നമ്മുടെ വണ്ടിയൊക്കെ റെഡി ആയിട്ടുണ്ട്. അച്ഛനും കൂടെ ഒന്ന് വന്ന് കയറിക്കഴിഞ്ഞാൽ നമ്മൾ പോവാണേ. ഇനി നേരെ പോയേക്കാം. നമ്മുടെ പഴയ തറവാടിൻ്റെ വീടിനടുത്താണ് കേട്ടോ. അപ്പോൾ എനിക്കിങ്ങനെ പാട്ടൊക്കെ കേൾക്കുമ്പോഴത്തേക്കും, ലിയോക്കകത്തെ പാട്ടൊക്കെ കേൾക്കുമ്പോഴത്തേക്കും ഇങ്ങനെ ചാടാനൊക്കെ തുള്ളാനൊക്കെ തോന്നും കേട്ടോ. അതിപ്പോൾ എവിടെയാണെങ്കിലും ഞാൻ ചാടും കേട്ടോ, ഇങ്ങനെ വെറുതെ. പേടിക്കണ്ട, ഇതുള്ളതാണ്. മുമ്പത്തെ വീഡിയോസൊക്കെ കണ്ടാൽ അറിയാവേ. അങ്ങനെ നമ്മൾ പഴയ നമ്മൾ വീട്ടിലേക്കുള്ള പോകുന്ന വഴിയൊക്കെ കാണുമ്പോൾ ഭയങ്കര നൊസ്റ്റാൾജിക്കാണ് ഗൈസ്. അപ്പോൾ ഇത് പേഴുങ്കവല വഴി, നമ്മൾ നത്തുകല്ല് വഴി, ഇരട്ടയാറ് വഴി ഇങ്ങനെ നമ്മൾ അങ്ങോട്ട് പോകാട്ടോ. ഇരട്ടയാറാണ് വീട്, പേരപ്പൻ്റെ വീട് കേട്ടോ. ഇതാണ് നമ്മുടെ ഇരട്ടയാറ് പാലം. പാലം ഒന്ന് പുതുക്കിയൊക്കെ പണിത് കൈവരിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ വീട്ടിൽ ചെന്ന സന്തോഷത്തിൽ വീഡിയോ എടുക്കാൻ പറ്റിയില്ല, പക്ഷേ ഫുഡിൻ്റെ വീഡിയോ എടുത്ത് നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് വെച്ചു. ചെറിയൊരു സദ്യ, ചെറിയൊരു പായസം, ചെറിയൊരു ഓണം, അടിപൊളിയായിരുന്നു. അങ്ങനെ പരിപ്പ് പായസമൊക്കെ റെഡി ആയിട്ടിരിപ്പുണ്ട്. ഭയങ്കര മധുരമാണ്, എന്നാലേ നമുക്ക് പായസം കുടിക്കാതെ എന്തോന്ന് ഓണം. അങ്ങനെ കാരണവന്മാർക്ക് ഇങ്ങനെ ആദ്യം നമ്മൾ സദ്യ കൊടുക്കും കേട്ടോ, മരിച്ചു പോയവർക്ക്. അപ്പോൾ അങ്ങനെ നമ്മൾ ആദ്യം സദ്യ കൊടുത്തിട്ടാണ് നമ്മൾ കഴിക്കുന്നത് കേട്ടോ. വിളക്കൊക്കെ വെച്ചിട്ട് എല്ലാ കറിയൊക്കെ വെച്ച് ഇതുപോലെ നമുക്ക് കാരണവന്മാർക്ക് ഫുഡ് കൊടുക്കും കേട്ടോ. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞിട്ട് നമ്മളും ഫുഡ് കഴിക്കും. ഇലയിൽ മെഴുക്കുവരട്ടി, അവിയൽ, പിന്നെ തോരൻ വന്നു, പപ്പടം വന്നു, കാളം വന്നു, അച്ചാർ വന്നു, പിന്നെ എൻ്റെ ചേട്ടന്മാരും അനിയന്മാരും ഒക്കെ വന്നു. എല്ലാവരും വന്നു ഇരുന്ന് കഴിക്കാൻ പോകട്ടോ. ചെറിയൊരു ഓണം അടിപൊളിയായിരുന്നു കേട്ടോ. സാധാരണ കസിൻസൊക്കെ വരുമ്പോൾ ഇത്രയും പേരല്ല, ഒരുപാട് ആൾക്കാരുണ്ടായിരിക്കും, അടിപൊളിയായിരിക്കും കേട്ടോ. അപ്പോൾ മുമ്പുള്ള വീഡിയോസൊക്കെ കണ്ടിട്ടുള്ളവർക്ക് അറിയാം, ചാനലിലുണ്ട് കേട്ടോ. അങ്ങനെ ഇനി ചോറും വന്നു. ഇനി ചോറൊക്കെ കഴിച്ച്, കുത്തിരിച്ചോറൊക്കെ കഴിച്ച് നമ്മുടെ ഓണം ഇന്ന് അങ്ങോട്ട് അവസാനിപ്പിക്കാൻ പോവാണ്. ചോറും കഴിഞ്ഞിട്ട് പായസം, പഴം, പപ്പടം ഇതെല്ലാം കൂടെ കൂട്ടി ഇളക്കി അങ്ങോട്ട് കഴിക്കുമ്പോഴാണ് ഓണത്തിൻ്റെ സദ്യ അങ്ങോട്ട് കംപ്ലീറ്റ് ആകുന്നത് കേട്ടോ. അങ്ങനെ പിള്ളേരൊക്കെ ഉണ്ട്, പേരപ്പനുണ്ട്, അച്ഛൻ, എല്ലാവരും ചേട്ടന്മാരും അനിയന്മാരും എല്ലാവരും കൂടെ വൈബായിട്ട് ഓണം ആഘോഷിച്ചു. നിങ്ങളുടെ ഓണമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു ഗൈസ്? കമൻറ്റ് ചെയ്യാൻ വേണ്ടി മറക്കരുത്. നിങ്ങളുടെ സപ്പോർട്ടാണല്ലോ നമ്മുടെ ഒരു വിജയം. അങ്ങനെ നമ്മളെല്ലാവരും സദ്യയൊക്കെ കഴിച്ചു കേട്ടോ. പേരമ്മമാരും വല്യമ്മച്ചിയും എല്ലാവരും ഉണ്ടായിരുന്നു. അടിപൊളി ഓണമായിരുന്നു. ഇനി ഇതൊക്കെ കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഓഫീസിലേക്ക് പോകണം. അവധിയൊക്കെ കഴിഞ്ഞിട്ട് ലീവൊക്കെ എടുത്തങ്ങ് വെച്ചേക്കുമായിരുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇതായിരുന്നു ഞങ്ങളുടെ ഓണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യാൻ വേണ്ടി മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യാൻ വേണ്ടി മറക്കരുത്. ഇനി മോശമാണെങ്കിൽ പോലും കമൻറ്റ് ചെയ്യാൻ വേണ്ടി മറക്കരുത്. നല്ലതാണെങ്കിലും പ്രത്യേകം കമൻറ്റ് ചെയ്യണം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇതായിരുന്നു ഞങ്ങളുടെ ചെറിയ കുട്ടി ഓണം കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ബായ്.